പത്തനംതിട്ട മൈലപ്പുറയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലേക്ക് മറിഞ്ഞ ഈ വാഹനത്തെ തൊട്ടുപിറകെ വന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന്റെ വാഹനം ഇടിക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമായ നിലയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി. ഉച്ചകഴിഞ്ഞ് 2:45 അപകടം. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആന്ധ്രാപ്രദേശ് സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മൈലപ്ര ജംഗ്ഷന് സമീപത്ത് എത്തിയപ്പോൾ ഈ വാഹനത്തിന്റെ മുൻഭാഗത്തെ ടയർ പഞ്ചറായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വാഹനം തൊട്ടടുത്തുള്ള പോസ്റ്റിലേക്ക് ഇടിച്ച് റോഡിലേക്ക് മറയുകയായിരുന്നു. ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ തന്നെ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകളുടെ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനം വരുന്നുണ്ടായിരുന്നു. ഈ വാഹനം ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ വാഹനത്തിൽ ഇടിച്ച് വീണ്ടും അപകടമുണ്ടായി. ആന്ധ്രാപ്രദേശ് സ്വദേശികളായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ബാക്കി 4 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളെ അതീവ ഗുരുതര പരിക്കേറ്റ യുവാന്തർ എന്ന 28 വയസ്സുള്ള ആളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളുടെ വാഹനത്തിലുണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്കുകളില്ല. അവരെ ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള ഇടത്താവളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഈ വാഹനത്തിലുണ്ടായിരുന്ന 5 പേർക്കും പരിക്കേറ്റു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുന്നു. ഈ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളും പോലീസും ചേർന്നാണ് വാഹനത്തിലുള്ളവരെ പുറത്തെടുക്കുകയും ഇടത്താവളത്തിലേക്ക് അടക്കം മാറ്റുകയും ചെയ്തിരുന്നത്. ഈ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇത് തീർത്ഥാടനം കഴിഞ്ഞ് വന്ന വണ്ടിയാണ്. ഈ വണ്ടി വന്നിട്ട് ഇവിടുന്ന് ടയർ പൊട്ടിയെന്നാണ് ഡ്രൈവർ പറയുന്നത്. ടയർ പൊട്ടി ഈ പോസ്റ്റേ വന്ന് കയറുകയും ആ പോസ്റ്റിൽ നിന്നും വണ്ടി ഇടിച്ചിട്ട് ഒരു സൈഡിലോട്ട് എന്ന് വെച്ചാൽ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പം പുറകിൽ വന്ന വണ്ടിയാണ് ഇടിച്ചിട്ടാണ് ആ സൈഡിൽ ഇരുന്ന ആൾക്ക് നല്ല ഗുരുതരമായിട്ടുള്ള പുള്ളി ഡോറ് തുറന്നപ്പോഴേ പുള്ളി താഴോട്ട് വീഴുമായിരുന്നു. അപ്പം മൂക്കിൽ നിന്ന് ചോരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കുന്നത്. തമിഴ്നാട് സ്വദേശികളെല്ലാം സുരക്ഷിതരാണല്ലേ? അവരെല്ലാം സുരക്ഷിതരാണ്. അവരെ ഇപ്പം നമ്മുടെ ഇടത്താവളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. യാതൊരുവിധ പരിക്കുകളൊന്നുമില്ല അവർക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. വണ്ടിയിലുള്ള വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? അതിലൊരു ആറ് പേരാണ്. നമ്മൾ എണ്ണിയില്ല, 6 പേരെ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. തമിഴ്നാട് സ്വദേശികളെല്ലാം സുരക്ഷിതരാണ്. അവർ ഇടത്താവളത്തിൽ ഉണ്ട്. ഈ ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ വാഹനത്തിലുണ്ടായിരുന്ന ഈ പൂർണ്ണമായും തകർന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ പരിക്കുകളോടുകൂടി 4 പേര് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും യുവാന്തർ എന്ന 28 വയസ്സുള്ള യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലുള്ളത്. റിപ്പോർട്ട് നൽകിയത് മിഥുൻ മുരളി.